എടോ നമ്മുടെ കുക്കറിലോട്ടേ ഇതുപോലെ 2-3 ക്യാരറ്റ് അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 കപ്പ് അരിയും കൂടെ ഉണ്ടെങ്കിലേ ഒരു അത്ഭുതം കാണാടോ. നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആട്ടോ. അത്ഭുതം എന്ന് പറഞ്ഞാൽ ചെറിയ അത്ഭുതമൊന്നും അല്ല കേട്ടോ, വലിയ അത്ഭുത. ഞാൻ അങ്ങോട്ട് തള്ളി മറിക്കാന്നൊന്നും വിചാരിക്കണ്ട. കുറച്ചൊരു തള്ളു കൊണ്ടൊരു 10%, എന്നാൽ 90% ഉള്ളതാട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ, അതായത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആട്ടോ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. എടോ, ഇത് ഉണ്ടാക്കാനേ ഞാൻ ഇതുപോലെ ഒരു 3 ക്യാരറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. ഈ ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അതിന്റെ അത്യാവശ്യം ഈ പരുവത്തിനൊന്ന് അരിഞ്ഞ് അങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം അരിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരി എന്ന് പറയുമ്പോൾ ഞാൻ ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, പകരം നമുക്ക് പച്ചരിയിലും ഇത് ചെയ്യാം, നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരു 1/4 കപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്ത് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പൊ ദാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. ആ സ്റ്റീമൊക്കെ പോയതിനു ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയതാണ്. നമ്മുടെ അരിയും ആ ക്യാരറ്റും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ഞാനിവിടെ 6 ലിറ്ററിലും താഴെയായിട്ടാട്ടോ എടുക്കുന്നത്. ഞാൻ ഒരു കവറ് പാലിൽ കുറച്ച് മാറ്റിയിട്ട് ബാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്തോളൂ. ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതങ്ങനെ മിക്സ് ആക്കി കുറുക്കി എടുക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ചൊന്ന് കുറുക്കി പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ഏലക്കയുടെ കുരു മാത്രം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഡ്രിങ്ക് ആട്ടോ ഇത്. അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിൽ പഞ്ചസാര കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു. ഇനി ഇത് നല്ല തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറിയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകമിഠായി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എടോ, ഇത്രയും വായിട്ടലച്ചിട്ടും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ എല്ലാവർക്കും റമളാൻ ആശംസകൾ കേട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും